സോ വെൽക്കം ബാക്ക് ടു SSC മലയാളി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആസ്പിരൻസിനും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ എല്ലാവരും അവരവരുടെ പ്രിപ്പറേഷൻ ഏറ്റവും തകൃതിയായി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടാവും. കാരണം നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന CGL എക്സാമിന് നോട്ടിഫിക്കേഷൻ ഈ കഴിഞ്ഞ ദിവസം റിലീസായിട്ടുണ്ട്. റൈറ്റ് നൗ വി ഹാവ് ദി എക്സാക്ട് ഡേറ്റ്സ്. നമുക്കറിയാം ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ തന്നെ ഈ പറഞ്ഞ Tier 1 എക്സാമിനേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഗിവ്സ് us 2.5 months ഫോർ പ്രിപ്പറേഷൻ. ആംപിൾ ടൈമാണ്, ധാരാളം സമയമുണ്ട്. അപ്പം ഈ സമയപരിധിക്കുള്ളിൽ കൃത്യമായ റിവിഷൻ പ്ലാനോടും കൃത്യമായ സ്ട്രാറ്റജിയോടും കൂടി മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കോൺഫിഡൻ്റ് ആയി തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു എക്സാമിനെ നേരിടാൻ സാധിക്കും, ഫേസ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ കടന്നു വരട്ടെ എന്ന് ചോദിച്ച് അല്ലെ വരുന്നുണ്ട് അവറാശ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം നിങ്ങൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കുക എന്ന് കരുതി ഒരുപാട് ടെൻഷൻ ഈ കുഞ്ഞു ഹൃദയത്തിലേക്ക് അല്ലെ കുഞ്ഞു മനസ്സിലേക്ക് വെച്ച് കയറ്റുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സഫ്തർ സാറ് CGL നോട്ടിഫിക്കേഷൻ്റെ ഒരു വീഡിയോ യൂട്യൂബ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരു പുള്ളി വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അയ്യോ ആ നിലവിളി ശബ്ദം ഒന്ന് ഇടാമോ, നമ്മൾ അത്രയും ടെൻഷനിലും കാര്യങ്ങളൊക്കെയാണെന്ന്. അപ്പം അങ്ങനെ നിലവിളി ശബ്ദം ഇടാൻ പാകത്തിന് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നുമില്ലടാ, നമ്മൾ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാം, ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് നടന്നോളുന്നേ. നമ്മളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. നമ്മളൊന്ന് വിശ്വസിക്കുക. എടാ നമ്മളെ വിശ്വസിച്ചില്ലേ പിന്നെ ആരാണ് നമ്മളെ വിശ്വസിക്കുക അല്ലേ? അപ്പം എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് എന്നൊരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ മുന്നോട്ടേക്ക് പോകുക കേട്ടോ. എല്ലാം അടിപൊളി ആയിക്കോളും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് SSC ഒരു ആസ്പിരൻറ്റ് എന്തൊക്കെ ചാലഞ്ചസ് ആണ് നേരിടുന്നത്. അല്ല, കൊളോക്കിലി ചലഞ്ചസ് എന്നതിനേക്കാളപ്പുറം SSC ആസ്പിരൻസ് നമ്മളൊക്കെ ഇടയ്ക്ക് മുറയ്ക്കും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും വരുത്തുന്ന ചില മണ്ടത്തരങ്ങളുണ്ടല്ലോ. ആ മണ്ടത്തരങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും ഈ പ്രിപ്പറേഷൻ വഴിമുട്ടിയതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ, കൃത്യമായി ഗ്രോത്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മേ ബി യു മൈറ്റ് ബി മേക്കിംഗ് വൺ ഓഫ് ദീസ് ബ്ലണ്ടേഴ്സ്. ഓക്കെ, അപ്പോൾ മണ്ടത്തരങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ മണ്ടത്തരം എന്ന് പറയുന്നത് ഇതാണ് ബൈയിങ് ടു മെനി ബുക്സ് ആൻഡ് റിസോഴ്സസ്. ഏറ്റവും അധികം ബിഗിനേഴ്സ് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. എന്ന് കരുതി അവരെ മാത്രം ഞാൻ ബ്ലെയിം ചെയ്യല്ല, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരും ഈ ഒരു മിസ്റ്റേക്ക് വരുത്താറുണ്ട്. അതായത് അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളതും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു എന്ന് വിചാരിച്ച് എല്ലാ പുസ്തകങ്ങളും റിസോഴ്സുകളും ഒരുമിച്ച് അങ്ങോട്ട് ശേഖരിച്ചു വെക്കുക, വെറുതെ അനാവശ്യമായിട്ട് പണം ചെലവഴിക്കുക. ഇതൊക്കെയാണ്. എന്ന് കരുതി ഈ വാങ്ങിയ പുസ്തകങ്ങളും റിസോഴ്സസൊക്കെ ലോങ് ടേമിൽ പഠനത്തിന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും കൃത്യമായിട്ടുള്ള ആൻസർ ഇല്ല, നോ എന്ന് തന്നെയായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു ആവേശത്തിന് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാണുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും കയറി, ഓൺലൈനിലും ഓഫ്ലൈനിലും ബുക്ക് സ്റ്റാളിലൊക്കെ കയറി പുസ്തകങ്ങൾ വാങ്ങുന്നു. എന്നിട്ട് അവസാനം എന്താണ്? ഇതൊന്നെങ്കിൽ ഏതെങ്കിലും കട്ടിലിൻ്റെ മൂലയ്ക്കുണ്ടാവും, അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിലുണ്ടാവും, മേശപ്പുറത്തുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് സാധാരണ സംഭവിക്കുക. നമ്മൾ ഈ പണ്ട് പോക്കിമോൺ കാർഡ്സ് കളക്ട് ചെയ്യുന്ന ഒരു ഗെയിമൊക്കെ ഓർമ്മയില്ല, അതേപോലെയാണ് ചിലർ റിസോഴ്സസ് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബുക്സ് വാങ്ങുന്നത്. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ വാങ്ങുകയാണ്. എനിക്ക് തന്നെ ഓർമ്മ വരുന്നു, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു പയ്യൻ +2 കഴിഞ്ഞാണ്, അവൻ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പം ഗ്രാമർ പഠിക്കാൻ ഏറ്റവും നല്ലൊരു പുസ്തകം എന്താണ്? അവൻ SSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം ഗ്രാമർ പഠിക്കാൻ ഏറ്റവും നല്ലൊരു പുസ്തകം ഏതാണ് എന്ന് ചോദിക്കാനാണ് അവൻ വന്നത്. അപ്പം ഇനി ഞാൻ പറയുന്ന ഒരു പുസ്തകം ഓൺലൈൻ അവൈലബിൾ ആണെങ്കിൽ അത് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ച് ആമസോണിൻ്റെ ആപ്പൊക്കെ തുറന്നിട്ടാണ് എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ അതിൽ പല പ്ലാറ്റ്ഫോംസിലൊക്കെ നോക്കി, പക്ഷെ ഒന്നും കറക്റ്റ് ആവുന്നില്ല, സാർ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവൻ ഇതിൻ്റെ പുറകില്ല, പുസ്തകം വാങ്ങുന്നതിൻ്റെ പുറകില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് ഇവൻ്റെ മൈ ഓർഡേഴ്സ് ടാബിലേക്ക് ഒന്ന് പോയി. ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതാണ്ട് ഈ 4 വിഷയങ്ങൾ, നമുക്ക് 4 വിഷയങ്ങളാണല്ലോ പഠിക്കാനുള്ളത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 18ലധികം പുസ്തകങ്ങൾ ആ ഒരാഴ്ച അവൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉടനെ ആ ഫോൺ വാങ്ങിയിട്ട് പല ഓർഡേഴ്സും ക്യാൻസൽ ചെയ്തു. ആവശ്യമുള്ളത് മാത്രം തന്നെ എടുത്തു. ചിലതൊന്നും ക്യാൻസൽ ചെയ്യാൻ പോലും പറ്റിയില്ല, അത് ഡെലിവേർഡ് ആയിരുന്നു ഓൾറെഡി. അപ്പം ഞാൻ അവനെ ഉപദേശിച്ചുമാണ് വിട്ടത്. അപ്പം അത്തരം പൈസ കളയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുക. മൈ ഡി വൺസ്, ഇന്നത്തെ കാലത്ത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പണ്ടത്തേനേക്കാൾ സുഗമമായി മാറിയിരിക്കുകയാണെന്ന്. ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നങ്ങനെയല്ല. ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, PDF നോട്ടുകൾ, അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ലെക്ചേഴ്സ്, യൂട്യൂബിൽ എത്രയോ ക്ലാസ്സുകൾ, എത്രയോ അക്കാഡമിയുടെ വക, എത്രയോ ടീച്ചേഴ്സിൻ്റെ വക ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്. അല്ലെ, AI സോഫ്റ്റ്വെയർസ് നമുക്ക് ഉപയോഗിക്കാം. അല്ലേ, നമ്മൾ ജെമിനിയൊക്കെ സാധാരണ തുണി മാറ്റാനും അല്ലെങ്കിൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ മാറ്റാനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല നല്ല ചോദ്യങ്ങൾ, നല്ല നല്ല കോൺസെപ്റ്റുകൾ വളരെ ലളിതമായിട്ട് പഠിപ്പിക്കുന്ന പ്രോംപ്റ്റൊക്കെ കൊടുത്താൽ അത് നമ്മളെ പഠിപ്പിക്കില്ലേ? ആ സാധ്യതകൾ കൂടി ഉപയോഗിക്കുക. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളടാ, നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന രീതിയിൽ, അല്ലെ നമ്മുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ പോകുന്ന രീതിയിലുള്ള ബുക്ക് വാങ്ങലൊന്നും അല്ല, അത്തരത്തിലുള്ള റിസോഴ്സ് ശേഖരണം ഒന്നും നല്ലതല്ല. ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് നേരിട്ടറിയാവുന്ന തന്നെ
ധാരാളം പേരുടെ മാതാപിതാക്കൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. ഇവിടെ തന്നെ എന്താണ് പറയുക, ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റാതെ എന്താണ് പറയുക, പശുവിനെയും കോഴിയെയും ആടിനെയും ഒക്കെ വിറ്റ് കിട്ടുന്ന തുകയൊക്കെ സ്വരുക്കൂട്ടിയിട്ടാണ് ഈ പ്രിപ്പറേഷനും കോച്ചിങ്ങും അനുബന്ധ കാര്യങ്ങളുടെ ഒക്കെ ചിലവ് വഹിക്കുന്നത്. ഓൾറെഡി സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരെ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വീണ്ടും അവരെ ഭാരമേൽപ്പിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. അതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിസോഴ്സസിനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. അതായത് നമുക്ക് കണ്ടന്റ് പഠിക്കാൻ ഒരു പ്രധാനപ്പെട്ട ബുക്ക്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് റിസോഴ്സസ്, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന മറ്റൊരു റിസോഴ്സ്. ഓരോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ റിസോഴ്സിനെ 3 തരംതിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇതിൽ തന്നെ ഈ മാത്സും റീസണിങ്ങിനും ഈ പറഞ്ഞ പോലെ കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ, വൺസ് ഈ കാൽക്കുലേഷൻ സ്പീഡ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് സോഴ്സ് മാത്രമേ ആവശ്യമുള്ളൂ? മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മാത്രം നോക്കിയാൽ മതി അല്ലേ. ഇപ്പൊ ടെലിഗ്രാമിലൊക്കെ എന്തെല്ലാം എന്താണ് പറയുക ചാനലുകളുണ്ട്, ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ്. ഇപ്പൊ കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസ് സെഷൻ അത്തരം ചാനലുകളിൽ പോയിട്ട് കിട്ടുക. നമ്മളൊക്കെ ലോകത്തില്ലാത്ത സീരീസിന്റെ സിനിമയുടെ പേരൊക്കെ തപ്പിയിട്ട് ഈ ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാറുണ്ടല്ലോ. അത് ആ കൗശലത്തിന്റെ ഒരു 10-1 മതി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് നൽകാൻ. ഓക്കെ, കണ്ടെത്താൻ. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ രണ്ടാമത് വരുത്തുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇപ്പം അഡ്മിഷനൊക്കെ ഓൺ ആയിരിക്കുന്ന സമയമാണ്. പലരും എന്ത് കരിയർ ചൂസ് ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ആദ്യമായിട്ട് SSC പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകാം, അതുപോലെ തന്നെ SSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരും ഉണ്ടാകാം. അവരെയൊക്കെ സംബന്ധിച്ച് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത ഫീനിക്സ് ബാച്ച് എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, ഒറ്റൊരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 100 ദിവസം നിങ്ങൾ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള രീതിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഷ്വറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് SSC മലയാളിയുടെ അഷ്വറൻസ്. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുന്നവരോട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ CGL പരീക്ഷയിൽ ഏതാണ്ട് 250ഓളം കുട്ടികളാണ് കേരളത്തിൽ നിന്ന് പാസ്സായിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൽ 84-ലധികം പേരും നമ്മുടെ ഈ SSC മലയാളി ലേണിംഗ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളതാണ്. നിങ്ങൾ ആ നമ്പർ നോക്കണേ, ആകെയുള്ള 250 പേര്, കേരളത്തിൽ നിന്നുള്ള 250 പേരിൽ 84 പേര് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുള്ളതാണ്. അതാണ് SSC മലയാളിയുടെ അഷ്വറൻസ് എന്ന് പറയുന്നത്. 100 ദിവസങ്ങൾ കൊണ്ട് SSCക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ രസകരമായും സ്ട്രക്ചേർഡായിട്ടും നമ്മൾ പഠിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കും. ഓരോ ദിവസവും എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ലഭിക്കും, ഗൈഡൻസ് ഉണ്ടാവും, മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പം ഈ പറഞ്ഞ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ എത്ര തവണ വേണമെങ്കിൽ റിവൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. നിങ്ങളങ്ങ് കൈവിട്ട് കളയൊന്നുമില്ല, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് എല്ലാ വീക്കും ഉണ്ടാവും. ഓക്കെ, അപ്പം 1 ഇയർ വാലിഡിറ്റിയോട് കൂടിയാണ് ഈ ഒരു ഫീനിക്സ് ബാച്ച് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഇതായി താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാമത് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഡിലേയിങ് മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് ഡിലേ ചെയ്യുക. ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും, പക്ഷേ ഈ മോക്ക് ടെസ്റ്റ് എടുക്കാൻ ഒരു ഹെസിറ്റേഷൻ. ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ എല്ലാം ഒന്ന് തീർത്തോട്ടെ, എൻ്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങളൊക്കെ ഞാനൊന്ന് തീർത്തോട്ടെ, എന്നിട്ട് പതിയെ ഞാൻ മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം, അതാകുമ്പോൾ എനിക്ക് മാർക്കൊന്നും കുറയത്തില്ലല്ലോ എന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദാറ്റ്സ് എ മിസ്റ്റേക്ക്. ഇറ്റ്സ് എ ബിഗ് മേജർ മിസ്റ്റേക്ക്. ഓക്കെ, എടാ ഒരു കാര്യവും ഞാൻ പറയട്ടെ, ഒരു കാര്യവും എല്ലാം പൂർത്തിയായതിനു ശേഷം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയെന്ന് വിചാരിക്കുക. കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കല്യാണം കഴിച്ച് ഉണ്ടാകുന്ന മക്കളുടെ ചിലവ്, മക്കളുടെ നൂലുകെട്ടൻ്റെ ചിലവ് മൊത്തം ഉണ്ടാക്കിയിട്ട് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു മാനദണ്ഡം ഉണ്ടാക്കി ഇവിടെ ആർക്കെങ്കിലും മര്യാദയ്ക്ക് കല്യാണം കഴിക്കും? വളരെ ചുരുക്കം പേര് മാത്രമല്ല കല്യാണം കഴിക്കൂ. അങ്ങനെയാണ് പറഞ്ഞത്, എല്ലാം പൂർത്തിയായിട്ട് റെഡി ആയിട്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യം നമുക്ക് തുടങ്ങാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, പ്രത്യേകിച്ച് SSCയുടെ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ കേവലം അറിവ് മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. ടൈം മാനേജ്മെൻറ്റ്, ഈ എക്സാമിൻ്റെ ആ ഒരു പ്രഷർ, ആ ഒരു എൻവയൺമെൻറ്റ്, അവിടെ തോന്നുന്ന ആ പ്രഷറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്സിനാണ് വെയിറ്റേജ്, ക്വസ്റ്റ്യൻ്റെ നേച്ചർ എന്താണ്, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രായോഗിക വിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് മോക്ക് ടെസ്റ്റുകളിലൂടെ മാത്രമാണ്. അപ്പോൾ പലരും എന്തുകൊണ്ട് അത് ഡിലേ ചെയ്യിപ്പിക്കുന്നത് വെച്ചാൽ, ചിലർക്ക് ഭയമാണ്, അയ്യോ ഞാൻ മോക്ക് ടെസ്റ്റ് എടുത്താൽ എൻ്റെ മാർക്ക് കുറയോ, എൻ്റെ സ്റ്റാറ്റസിനെ അത് എഫക്റ്റ് ചെയ്യുമോ, ഈ മാർക്ക് എങ്ങനെ ഞാൻ മറ്റൊരാളോട് പറയും, ഇതൊക്കെയാണ് നമ്മുടെ കൺസേൺസ്. മാർക്കൊന്നും അല്ലെന്ന വിഷയം. എടാ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞത് ബ്ലെസ്സിങ് ആണ് മോക്ക് ടെസ്റ്റിൽ. ഇനിയും എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്.
ഞാൻ പൂർണ്ണനല്ല, ഇനിയും എനിക്ക് പഠിക്കാനുണ്ട്, ഇനിയും എനിക്ക് എക്സൽ ചെയ്യാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഈ മോക്ക് ടെസ്റ്റിൽ മാർക്ക് കുറയുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുതേ. അത് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള വലിയ അവസരമായിട്ട് മാത്രം നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. കൃത്യമായിട്ട് സ്റ്റാർട്ട് മോക്ക് ടെസ്റ്റ് ഏർലി, വളരെ നേരത്തെ തന്നെ അത്യാവശ്യം അടിസ്ഥാനപരമായ കോൺസെപ്റ്റുകളൊക്കെ പൂർത്തിയാക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഈ മോക്ക് ടെസ്റ്റ് പതിയെ സാവധാനം എടുത്തുകൊള്ളു. ചിലപ്പോൾ തുടക്കത്തിലെ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് വലിയ മാർക്കൊന്നും ഉണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പെർസെൻറ്റേജ് കുറവായിരിക്കും. ആയിക്കോട്ടെ, അതിലൂടെ ലഭിക്കുന്ന ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു ജ്ഞാനമുണ്ട്, ഒരു അറിവുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ തുടർന്നുള്ള പ്രിപ്പറേഷനിൽ അത് വളരെയേറെ സഹായിക്കും. ഇപ്പം നമ്മുടെ പ്രിപ്പറേഷൻ്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റുകൾ എടുക്കും. ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ നമ്മുടെ സാധ്യതകളാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ മോക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും ചെയ്യണം. മോക്ക് എടുത്തിട്ട് എന്നാൽ പിന്നെ അനാലിസിസ് പിന്നെ ചെയ്യാം എന്ന് കരുതി അങ്ങനെ ഡിലേ ആക്കി വെക്കരുത്. എപ്പോഴാണ് മോക്ക് എടുക്കുന്നത് അതിൻ്റെ ഒരു പിറ്റേ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം തന്നെ ഇത് അനലൈസ് ചെയ്യുക. എന്നാൽ മാത്രമേ, സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ തെറ്റുകളെ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ അനാലിസിസിലൂടെ മാത്രം പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പലർക്കും ഇത് എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം, എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് അനലൈസ് ചെയ്യേണ്ടത് എന്നുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ഡോണ്ട് വറി. ആൻഡ് അവസാനത്തെ ഒരു മിസ്റ്റേക്കാണ് എല്ലാവരും ചെയ്യുന്നതാണ്, നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ എക്സാം പാറ്റേൺ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ബിഫോർ യു സ്റ്റഡി ഫോർ ദ എക്സാം യു സ്റ്റഡി ദ എക്സാം ഇറ്റ് സെൽഫ്. നിങ്ങൾ എക്സാമിനെ പറ്റി പഠിക്കൂ. അതായത് ഈ എക്സാമിനൊക്കെ കൃത്യമായിട്ടൊരു പാറ്റേൺ ഉണ്ടാകും. ചിലരൊക്കെ നല്ലോണം പഠിക്കും, ചങ്ക് പൊട്ടി പഠിക്കും, പക്ഷേ ആ പഠനം റെലവൻ്റ് ആയിട്ടുള്ള പഠനമാവില്ല. അവിടെയാണ് ഈ ഹാർഡ് വർക്കിനെ എന്ത് ഡോമിനേറ്റ് ചെയ്യുന്നത്, സ്മാർട്ട് വർക്ക് ഡോമിനേറ്റ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാമിന് കൃത്യമായിട്ടുള്ള നേച്ചർ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. കൃത്യമായിട്ടുള്ള ഒരു പൂളുണ്ട്, ആ പൂളിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വരത്തുള്ളൂ. കൃത്യമായിട്ടുള്ള ഒരു പെരിഫറിയും കൃത്യമായിട്ടുള്ള ബൗണ്ടറിയും ഒക്കെ ഈ സിലബസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കുക, ടൈം മാനേജ്മെന്റ് മനസ്സിലാക്കുക, ഇതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുക. ഇല്ലെങ്കിൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെ ആവും. നിങ്ങളുടെ പ്രിപ്പറേഷനും നിങ്ങളുടെ അധ്വാനവും വൃഥാവിലായി പോകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് വൊക്കാബുലറി പഠിക്കണം എന്ന് കരുതി ഞാൻ നാളെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി എടുത്തിട്ടോ അല്ലെ രാമലിംഗം പിള്ളയുടെ ഡിക്ഷണറി എടുത്തിട്ടോ പഠിപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. അത് വെറുതെ പഠിക്കുന്നത് പോലെ പഠിച്ചോ എന്ന് ചോദിച്ചാൽ പഠിച്ചു, പക്ഷെ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമില്ല. അത് നമുക്കറിയാം. ഹൈ ഫ്രീക്വൻസി വാക്കുകൾ, അതായത് കൃത്യമായിട്ടുള്ള ഒരു വൊക്കാബുലറി പൂളുണ്ട് SSCയെ സംബന്ധിച്ച്. ആ പൂളിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളൂ എന്നറിയാം. അപ്പോൾ അത് പഠിക്കുന്നത് ബ്ലാക്ക് ബുക്ക് ഉപയോഗിച്ചാണ് എന്നും നമുക്കറിയാം അല്ലേ. അപ്പോൾ അത് അടിസ്ഥാനപ്പെടുത്തി പഠിക്കുമ്പോഴാണ് റെലവൻ്റ് ആയി മാറുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിയുക? അതൊറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നോക്കുക. മുൻ വർഷങ്ങളിലെ പല ഷിഫ്റ്റുകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സാമിലെ ചോദ്യങ്ങളുടെ പാറ്റേണും നേച്ചറും നിങ്ങൾക്ക് ഉടനടി മനസ്സിലാകും. ഓക്കെ, ഇപ്പോൾ പുതിയ പാറ്റേൺ മാറി അല്ലേ, എഡ്യൂക്കേറ്റീവ് പാറ്റേൺ വന്നു. ഉടനെ നമ്മൾ എന്ത് ചെയ്യാം, TCSന്റെ നോക്കുക. എഡ്യൂക്കേറ്റീവ് ഇപ്പം ഒരുപാട് എക്സാംസ് നടത്തിയല്ലേ, SSCയുമായിട്ട് ബന്ധപ്പെട്ട പല എക്സാമുകൾ അവർ നടത്തി. ഇപ്പം GD ആണ് ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ നോക്കുക. അതിനകത്ത് ഏതൊക്കെ ടോപ്പിക്സിലാണ് വെയിറ്റേജ് വന്നിട്ടുള്ളത്, അല്ലെ ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്, ഡിഫിക്കൽട്ടി ലെവല് എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എന്ന് മനസ്സിലാക്കുക. അത് ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിരിക്കുന്നത് പോലെ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ ഈ പറഞ്ഞ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകൾ അല്ലെ പ്രധാനപ്പെട്ട തെറ്റുകൾ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ മൈനറായിട്ടുള്ള നമ്മുടെ പ്രിഫറൻസുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ തെറ്റുകളൊക്കെയാണ്. അതൊന്നും വലിയ കാര്യമായിട്ട് കറക്റ്റ് ചെയ്യേണ്ടതൊന്നുമല്ല. അപ്പം നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു അബദ്ധധാരണ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് റെക്ടിഫൈ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇത് സാരമായി തന്നെ ബാധിക്കുന്നതാണ്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.